Good morning guys. So നമ്മൾ ഇന്ന് ഒരു ന്യൂ ചാപ്റ്റർ ആണ് ഡിസ്കസ് ചെയ്യുന്നത്, ദാറ്റ് ഈസ് കോസ്റ്റ് ഷീറ്റ്. സോ കോസ്റ്റ് ഷീറ്റ് എന്താണെന്ന് വെച്ചാൽ, ഇപ്പം കോസ്റ്റ് ഷീറ്റിൻ്റെ പർപ്പസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആദ്യം തന്നെ നമ്മൾ ഡിസ്കസ് ചെയ്യേണ്ടത് കോസ്റ്റ് അക്കൗണ്ടിങ് എന്നുള്ളതാണ്. സോ നമ്മൾ മുന്നേ കോസ്റ്റ് അക്കൗണ്ടിങ് എന്താണെന്ന് പറയുന്നുണ്ട്. സോ കോസ്റ്റ് അക്കൗണ്ടിങ്ങിനകത്തുള്ള ബേസിക് ഫങ്ഷനാണ് കോസ്റ്റ് ഷീറ്റ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ കോസ്റ്റ് ഇൻഫർമേഷൻസ് എന്താണ് അതിനെ അനലൈസ് ചെയ്യാനായിട്ട് വേരിയസ് എലമെൻറ്റിൻ്റെ അണ്ടറിൽ അനലൈസ് ചെയ്യുക എന്നുള്ളതാണ് കോസ്റ്റ് ഷീറ്റിൻ്റെ മെയിൻ പർപ്പസ് എന്ന് പറയുന്നത്. അങ്ങനെ അനലൈസ് ചെയ്തിട്ട് അത് ഏറ്റവും വ്യക്തമായിട്ടുള്ള മാനുവൽ, മറ്റുള്ളവർക്ക് മനസ്സിലാവുന്ന മാനുവൽ അതിന് പ്രസൻറ്റ് ചെയ്യുക എന്നുള്ളതാണ് കോസ്റ്റ് ഷീറ്റിൻ്റെ മെയിൻ പർപ്പസ്. നമുക്കതിനെ ഒരു കോസ്റ്റ് ഷീറ്റ് എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് വേണമെങ്കിൽ പറയാം. സോ ഈ സ്റ്റേറ്റ്മെൻറ്റിന് ഇതിനകത്ത് ഇൻക്ലൂഡ് ആയിട്ടിരിക്കുന്നത് ഡിഫറെൻറ്റ് എലമെൻറ്റ് ഓഫ് കോസ്റ്റ്. ഒരു കോസ്റ്റിൽ ഉൾക്കൊള്ളുന്ന ഡിഫറെൻ്റ് ആയിട്ടുള്ള എലമെൻറ്റിനെയാണ് നമ്മൾ കോസ്റ്റ് ഷീറ്റിനകത്ത് കാണിക്കുന്നത്. അപ്പം കോസ്റ്റ് ഷീറ്റ് എന്ന് പറഞ്ഞാൽ അതൊരു സ്റ്റേറ്റ്മെൻ്റ് ആണ്. ആ സ്റ്റേറ്റ്മെൻറ്റിനകത്ത് ഒരു പ്രൊഡക്ഷൻ ലിങ്കോഡായിട്ടുള്ള കോസ്റ്റിന് കാണിക്കുന്നുണ്ട്. ആ കോസ്റ്റ് എന്തുമാത്രം ഉണ്ടെന്ന് ഒരു ലോജിക്കൽ ഓർഡറിൽ അനലൈസ് ചെയ്തിട്ട് അല്ലെങ്കിൽ അതിനെ അറേഞ്ച് ചെയ്തിട്ട് ഡിഫറെൻറ്റ് ഹെഡ്, അതായത് ഓരോന്നിൻ്റെയും ഹെഡിൻ്റെ അണ്ടറിലേക്ക് ആ അറേഞ്ച് ചെയ്തിരിക്കുന്ന ഡേറ്റനെ കൊണ്ടുവരിക എന്നുള്ളതാണ്. ആ ഹെഡ് വേണമെങ്കിൽ മെറ്റീരിയൽസ് ആവാം, ലേബർ ആവാം, ഓവർ ഹെഡ് ആവാം, അങ്ങനെയുള്ള കാര്യങ്ങളാവാം. അങ്ങനെയുള്ള ഓരോ കാര്യങ്ങളിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ് കോസ്റ്റ് ഷീറ്റ് എന്നുകൊണ്ട് ബേസിക്കലി നമ്മൾ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ. സോ കോസ്റ്റ് ഷീറ്റ് മെയിൻലി നമ്മൾ ഒരാഴ്ചത്തേക്കോ ഒരു മാസത്തേക്കോ അല്ലെങ്കിൽ ഒരു ഇയറിലെ ക്വാർട്ടറിലേക്കൊക്കെയാണ് നമ്മൾ പ്രിപ്പയർ ചെയ്യുക. സോ നെക്സ്റ്റ് വൺ എന്ന് പറഞ്ഞാൽ അഡ്വാൻറ്റേജ് ആണ്. അഡ്വാൻറ്റേജ് അല്ലെങ്കിൽ ഇമ്പോർട്ടൻസ്. അപ്പോൾ ആദ്യത്തെ ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത് കോസ്റ്റ് ഷീറ്റിൽ കോസ്റ്റ് ഷീറ്റിനകത്ത് ഒരു ഗുഡ് പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ആ ഗുഡ് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് വേണ്ടത്ര കോസ്റ്റ് എന്തുമാത്രം കോസ്റ്റിനകത്ത് ഇൻക്ലൂഡ് ആവുന്നു എന്നുള്ള കാര്യം ഡിസ്ക്ലോസ് ചെയ്യുന്നു. അതുപോലെ തന്നെ ഒരു മാനുഫാക്ചർക്ക് ഓരോ കോസ്റ്റ് പ്രൊഡക്ഷനിലും ഇൻഡിപെൻഡൻ്റ് ആയിട്ട് അതിനെ മോണിറ്റർ ചെയ്യാനും അതുപോലെ തന്നെ അതിനെ കൺട്രോൾ ചെയ്യാനായിട്ട് സഹായിക്കുന്നുണ്ട്. അതുപോലെ തന്നെ സെല്ലിംഗ് പ്രൈസ് എന്തുമാത്രം കോസ്റ്റ് ഇൻക്ലൂഡ് ആയിട്ടുണ്ട് എന്ന് നോക്കിയിട്ട് സെല്ലിംഗ് പ്രൈസ് മോസ്റ്റ് ആക്യുറേറ്റ് മാനറിൽ പ്രൊവൈഡ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ മിനിമൈസ് ചെയ്യാം. അതായത് ഒരു കട്ട് ത്രോട്ട് കോമ്പറ്റീഷൻ വരുന്ന സമയത്ത് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ മിനിമൈസ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. കട്ട് ത്രോട്ട് കോമ്പറ്റീഷൻ വരുമ്പോഴത്തേക്കും ആ പ്രൊഡക്ഷൻ മിനിമൈസ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. കോസ്റ്റ് സ്റ്റഡി വളരെ സിമ്പിളായിട്ടും അതുപോലെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നതുകൊണ്ട് തന്നെ ഇപ്പോഴത്തെ കോസ്റ്റ് എത്രയാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അക്കോർഡിംഗ് ടു ദ പാസ്റ്റ് റിസൾട്ട്. അതിനുശേഷം സ്റ്റാൻഡേർഡ് കോസ്റ്റ് പ്രിപ്പയർ ചെയ്യാനൊക്കെ ആയിട്ട് കോസ്റ്റ് ഷീറ്റ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ആൻഡ് ലാസ്റ്റ് ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഒരു ബിസിനസ് മാനിന് കൊട്ടേഷൻസ് സബ്മിറ്റ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. സോ എന്താണ് കൊട്ടേഷൻ എന്നുള്ളത് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. അപ്പം ഇതാണ് മെയിൻലി സിമ്പിളായിട്ട് കോസ്റ്റ് ഷീറ്റ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബേസിക് ആയിട്ടൊരു ഇൻട്രൊഡക്ഷൻ എന്നുള്ളത്. ഇതിൻ്റെ പ്രോബ്ലംസ് നമുക്ക് താഴെ ചെയ്തു പോവാം. ഇതാണ് കോസ്റ്റ് ഷീറ്റിൻ്റെ ഐറ്റംസ്. നമ്മൾ എന്തൊക്കെ ഐറ്റംസാണ് ഇൻക്ലൂഡ് ചെയ്യേണ്ടതെന്നുള്ളതാണ് ഇതിനകത്ത് കാണിക്കുന്നത്. ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ പ്രോബ്ലം ചെയ്യാം. അപ്പോൾ കുറച്ചും കൂടി നന്നായിട്ട് മനസ്സിലാവും. നെക്സ്റ്റ് ടേം എന്ന് പറഞ്ഞാൽ ടെൻഡർ ഓർ കൊട്ടേഷൻ. ടെൻഡർ അല്ലെങ്കിൽ കൊട്ടേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞ് അത് ടെൻഡേഴ്സിനേക്ക് സപ്ലൈ ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മളൊരു എസ്റ്റിമേഷൻ്റെ ബേസിലാണ്, ഒരു കോസ്റ്റ് എസ്റ്റിമേറ്റ് ചെയ്തിട്ടാണ് നമ്മളൊരു പ്രൈസ് കോട്ട് ചെയ്യണത്. ആ പ്രൈസിൻ്റെ ബേസിലായിരിക്കും നമ്മൾ ആ പ്രോഡക്റ്റ് ടെൻഡേഴ്സിന് സപ്ലൈ ചെയ്യുക. സോ അങ്ങനെ ഒരു പ്രൈസ് കോട്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മൾ എസ്റ്റിമേഷൻ നടത്തും. എസ്റ്റിമേഷൻ നടത്തണം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പഴയ കോസ്റ്റ് ഷീറ്റിൻ്റെ ബേസിസിലായിരിക്കും നമ്മൾ എസ്റ്റിമേഷൻ നടത്തുന്നത്. ആ കോസ്റ്റ് ഷീറ്റിൽ റിലവൻ്റ് ആയിട്ടുള്ള ഐറ്റംസിനകത്ത് കുറച്ച് ചേഞ്ചസ് വരുത്തിയിട്ടായിരിക്കും നമ്മൾ പ്രൈസ് ഫിക്സ് ചെയ്യുക. അവർ ആ പ്രൈസിന് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ അവരത് അക്സെപ്റ്റ് ചെയ്തിട്ട് നമുക്ക് ഓർഡേഴ്സ് തരും. സോ ആ ഓർഡേഴ്സ് നമ്മൾ റിസീവ് ചെയ്തിട്ടാണ് നമ്മൾ ആ പ്രോഡക്റ്റ് സപ്ലൈ ചെയ്യുക. സോ ബേസിക്കലി നമുക്ക് എല്ലാവർക്കും അറിയാം കോസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യുന്നത് ഡയറക്റ്റ് മെറ്റീരിയലുടെയും ഡയറക്റ്റ് മെറ്റീരിയൽസിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ കോസ്റ്റ് അക്കൗണ്ടിങ് അല്ലെങ്കിൽ അതിൻ്റെ പ്രോബ്ലം ചെയ്യുമ്പോൾ നമ്മൾ പറഞ്ഞിരുന്നു. സോ എസ്റ്റിമേറ്റ് ദ പ്രിവീലിയൻ റേറ്റ്സ് ആൻഡ് ഓവർഹെഡ്സ്. അപ്പം ഇതിനകത്ത് എന്തൊക്കെ ഐറ്റത്തിൻ്റെ പെർസെൻറ്റേജ് ആണ് നോക്കുന്നതെന്നാണ് പിന്നെ പറയുന്നത്. ഫാക്ടറി ഓവർഹെഡിന് പെർസെൻറ്റേജ് എടുക്കും, അതുപോലെ ഓഫീസ് ഓവർഹെഡിൻ്റെ പെർസെൻറ്റേജ് എടുക്കും, സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓവർഹെഡ്സ് എടുക്കും. ഇതിൻ്റെയൊക്കെ പെർസെൻറ്റേജിൻ്റെ ബേസിലായിരിക്കും നമ്മൾ കോസ്റ്റ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് ബേസിക്കലി നമ്മൾ പറയുന്ന കോസ്റ്റ് ഷീറ്റ് എന്ന് പറയുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് റീകൺസിലേഷൻ സ്റ്റേറ്റ്മെൻ്റ് ആണ്. നമുക്ക് നെക്സ്റ്റ് അടുത്ത ഒരു ഇതായിട്ട് പഠിക്കാം.